കേന്ദ്രമന്ത്രിസഭാ ലിസ്റ്റിൽ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരനും ഇന്ന് നിർണായക യോഗം. കേന്ദ്രമന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇന്ന് തിരക്കിട്ട നിർണായക ചർച്ചകൾ നടക്കുന്നു. NDA എംപിമാരുടെ യോഗം രാവിലെ ചേരും. പ്രധാനമന്ത്രി നേതാവായി തെരഞ്ഞെടുക്കുകയും യോഗത്തിനു ശേഷം നരേന്ദ്രമോദി എംപിമാരും രാഷ്ട്രപതിയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും. NDAയിലെ നിർണായക കക്ഷികളായ JDU നേതാവ് നിതീഷ് കുമാറും TDP നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരും മോദിക്കൊപ്പം ഉണ്ടാകും. ആർക്കൊക്കെ മന്ത്രിസ്ഥാനം നൽകണം എന്നതിൽ ഇന്ന് തീരുമാനം ഉണ്ടാകും. കേരളത്തിൽ നിന്നുള്ള ഏക MP സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖരനെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് അറിയുന്നത്. തെലുങ്കുദേശം പാർട്ടിക്ക് 3 ക്യാബിനറ്റ് മന്ത്രി ഉൾപ്പെടെ 5 മന്ത്രിസ്ഥാനം ലഭിക്കും. JDUവിന് 2 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും സഹമന്ത്രിസ്ഥാനവും ബീഹാറിന് പ്രത്യേക പദവിയും നൽകുമെന്നാണ് അറിയുന്നത്. NDAയുടെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, സംസ്ഥാന പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. UP മുഖ്യമന്ത്രിയെ പ്രത്യേകം ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. 400 സീറ്റ് നേടി 3-ാം ഊഴം ഉറപ്പിച്ച് ഒറ്റയാനായി വത്സാമെന്ന് കരുതിയാണ് അവസാനം ദൈവം വരെ സ്വയം പ്രഖ്യാപനം നടത്തിയതെല്ലാം ജനങ്ങൾ തള്ളുകയായിരുന്നു. അയോധ്യയിലടക്കം മോദിയെ കൈവിട്ടു. 100 കണക്കിന് പ്രചാരണങ്ങൾ റോഡ് ഷോയും നടത്തിയിട്ടും പ്രയോജനമില്ലാതെ ആയി എന്നും എക്സിപോൾ ഏജൻസികളെ സ്വാധീനിച്ച് 400 സീറ്റ് ഉറപ്പിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മോദിയുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുകയായിരുന്നു. ഇന്ത്യ മുന്നണി മൊത്തം കിട്ടിയ സീറ്റിലെ BJPക്ക് ഒറ്റയ്ക്ക് മറികടക്കാനായി എന്ന ആശ്വാസമാണ് മോദിക്കുള്ളത്. സംസ്ഥാനത്ത് വ്യാജമദ്യം ഒഴുകുന്നു. കർശന പരിശോധനയില്ല. മദ്യ ദുരന്ത ഭീഷണിയിൽ. സെക്കൻഡ്സ് വിൽപ്പന തകൃതിയായി നടക്കുന്നു. സംസ്ഥാനത്തെ മദ്യവിതരണം ഒരു പരിശോധനയും ഇല്ലാതെ വ്യാജന്മാർ സെക്കൻഡ്സും സാന്നിധ്യം കൂടുന്നു. ബാറുകാരെ കയറൂരി വിടുന്നതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. സർക്കാർ വോട്ട് ചെയ്ത അധികാരത്തിലെത്തിച്ച ജനങ്ങളെ മറന്ന് ബാറുകാരെയും മദ്യ കമ്പനി ഉടമകളെയും സംരക്ഷിച്ചു വരുന്നു എന്ന് മദ്യപന്മാർ ആരോപിക്കുന്നു. കമ്മീഷണർ ഋഷിരാജ് സിംഗിന് ശേഷം മദ്യപരിശോധന എന്നേക്കുമായി അപ്രത്യക്ഷമായി എന്നും ആരോപണമുണ്ട്. വൻ മദ്യദുരന്തത്തിന് വഴിയൊരുക്കുമെന്നും ജനങ്ങൾ ഭയപ്പെടുന്നു. സർക്കാരിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ദുരന്തങ്ങൾ സർക്കാർ കണ്ണടച്ച് മറന്നുപോവുകയാണെന്നും വ്യാപക ആരോപണം ഉയരുന്നുണ്ട്. രാജ്യത്ത് വിൽപ്പന നടത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില പ്രദർശിപ്പിക്കുന്നു. ചെറിയ പെട്ടിക്കട തൊട്ട് വിമാനത്താവളങ്ങൾ വരെ പ്രദർശിപ്പിക്കുന്നു. എന്നാൽ ബാറുകളിൽ അതിൻ്റെ ആവശ്യമില്ല. തോന്നിയ വിലയ്ക്ക് വിറ്റ് കൊള്ളയടിക്കാമെന്ന് ജനങ്ങൾ പരാതിപ്പെടുന്നു. വാങ്ങുന്ന വിലയിൽ 3 ഇരട്ടി ലാഭമാണ് ബാറുകാർ എടുക്കുന്നതെന്നും പൊതുജനങ്ങൾ പരസ്യമായി പരാതിപ്പെടുകയാണ്. ഇതിനൊരു ചോദ്യവുമില്ല. പറഞ്ഞത് കൊടുത്ത് വാങ്ങണം. വ്യാജനാണോ ഒറിജിനലാണോ എന്നറിയാൻ സംവിധാനമില്ല. ഒരേ ബ്രാൻഡ് വിവിധ ബാറുകളിൽ വിവിധ വിലയ്ക്കാണ് വിൽക്കുന്നതെന്നും കഴിക്കുമ്പോൾ വ്യത്യസ്ത രുചിയും ഡോസും ചില ബാറുകളിൽ കഴിക്കുന്നതിന് കുത്തലും ചെറിയ മയക്കവും തലകറക്കവും ഒക്കെ അനുഭവപ്പെടുന്നതായും മദ്യപന്മാർ ആരോപിക്കുന്നു. മാത്രമല്ല പെട്ടെന്നുള്ള ഡോസ് കയറ്റിറക്കവും അവർ സൂചിപ്പിക്കുന്നു. പെഗ് അടിസ്ഥാനത്തിൽ ലൂസ് കഴിക്കുമ്പോൾ രുചി മാറ്റവും വീര്യക്കുറവും അളവിൽ കബളിപ്പിക്കലും നടത്തുന്നതായും പരാതിയുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകൾ ഖജനാവ് നിറയ്ക്കാൻ മദ്യപന്മാരെ മാക്സിമം ചൂഷണം ചെയ്ത് ബാറുകാരെ കോടീശ്വരന്മാരാക്കാൻ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. മോദി കോർപ്പറേറ്റുകളെ ലോക കോടീശ്വരന്മാരാക്കുന്നത് പോലെ ഓരോ ബഡ്ജറ്റിലും അല്ലാത്ത സമയങ്ങളിലും വെള്ളപ്പൊക്കം വന്നാലും ഖജനാവ് കാലിയായാലും ഒരു ചിന്തയെ സർക്കാരിന് മുന്നിലുള്ളൂ: മദ്യത്തിന് വിലയും നികുതിയും വർദ്ധിപ്പിക്കുക. എന്നാൽ ഗുണനിലവാരം ഉറപ്പുവരുത്തി ഉപഭോക്താക്കളുടെ ഭയപ്പാട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വ്യാജനും സെക്കൻഡ്സ് പ്രധാന സ്ഥാനം പിടിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് വ്യാജമായം ചേർത്ത കള്ളു പിടിക്കപ്പെട്ടത് വിവാദമായതാണ്. കേരളത്തിൽ തന്നെയാണ് അന്നത്തെ എക്സൈസ് കമ്മീഷൻ ധീരമായ നടപടികൾ സ്വീകരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനേകം പേരെ മാറ്റപ്പെടുകയും സസ്പെൻഡ് ചെയ്യുകയുള്ള നിലപാടെല്ലാം സ്വീകരിച്ചു. പിന്നെയല്ലേ ബാറുകളുടെ കാര്യം എത്ര പ്രാവശ്യം ഹൈക്കോടതി ഇടപെട്ട് സർക്കാരിനെതിരെ തിരിഞ്ഞു. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. മദ്യ ഉൽപ്പാദന രംഗത്ത് വിദഗ്ധരായ ബ്ലെൻഡിംഗ് കെമിസ്റ്റുമാരെ ഉൾപ്പെടുത്തി
ഉൾപ്പെടുത്തിയുള്ള കർശന പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാവണമെന്നും ഇല്ലെങ്കിൽ ഗുരുതരമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. പഴയ പ്രതാപം മോദിക്ക് നഷ്ടപ്പെട്ടു. ഘടകകക്ഷികൾക്ക് മുമ്പിൽ തലകുനിക്കേണ്ട നിലപാടിലാണ്. ഇനി മുതൽ മോദിക്ക് പഴയ പ്രതാപത്തിൽ എത്താൻ കഴിയില്ല. ഘടകകക്ഷി മോദിക്ക് മൂക്കുകയറിട്ടു മുൾമുനയിൽ നിർത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കഷ്ടിച്ച് 240 സീറ്റ് നേടിയെങ്കിലും 400 സീറ്റെന്ന സ്വപ്നം അസ്ഥാനത്തായി. മുരളി മനോഹർ ജോഷിയുടെ മണ്ഡലത്തിൽ മോദി വിയർക്കുന്നതാണ് രാജ്യം കണ്ടത്. പ്രാണപ്രതിഷ്ഠയും ദാനമൊന്നും പിന്തുണയ്ക്കാതെ കൈവിട്ടു. പാർട്ടിക്കുള്ളിലും അസ്വാരസ്യങ്ങൾ തലപൊക്കാൻ തുടങ്ങിയെന്നാണ് അറിയുന്നത്. RSS പോലും മോദിയെ തള്ളിപ്പറയുന്നു. അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതായി അറിയുന്നു. കോർപ്പറേറ്റുകളെ ഇതുവരെ അകമഴിഞ്ഞ് സഹായിച്ചതൊന്നും ഇനി ആവർത്തിക്കാൻ കഴിയില്ല. ഘടകകക്ഷികളുടെ നിയന്ത്രണം ഉണ്ടാകും. ജനഹിതമായ ഭരണം ഒരു പരിധിവരെ ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്.